ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ പ്രോഗ്രാമർ പോസ്റ്റിലേക്കുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിനെ റിലേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് കുറച്ചൊരു ഇൻഡയറക്റ്റ് കൂടെ ആണത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ടൈം കോംപ്ലക്സിറ്റീസ് ഓഫ് ഫൈൻഡിങ് എയ്ത്ത് എലമെന്റ് ഫ്രോം ദ ബിഗിനിങ് ആൻഡ് എയ്ത്ത് എലമെന്റ് ഫ്രോം എൻഡ് ഇൻ എ സിംഗിൾ ലിങ്ക് ലിസ്റ്റ്. ദെൻ പറയുന്നുണ്ട് ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ലിങ്ക് ലിസ്റ്റ്, യു മേ അസ്യൂം ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഇറ്റ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈം കോംപ്ലക്സിറ്റി മീൻസ് എന്തുമാത്രം ടൈം ആ ഒരു ഓപ്പറേഷൻ കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ് ടൈം കോംപ്ലക്സിറ്റിയോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നോർമലി നമുക്ക് വരുന്നത് ഒരു കോൺസ്റ്റന്റ് ടൈമാണ് ഈ ഓപ്പറേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ബിഗ് ഓഫ് വൺ വെച്ചിട്ടാണ്. ദെൻ നമ്മുടെ നമ്പർ ഓഫ് എലമെന്റ്സുമായിട്ട് ടൈമിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ബിഗ് ഓഫ് എൻ എന്ന് പറയും. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സ്ക്വയറുമായിട്ടാണ് ഇതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുന്നതെങ്കിൽ ബിഗ് ഓഫ് എൻ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ടൈം കോംപ്ലക്സിറ്റിയുടെ കോമ്പിനേഷൻസ് പോവുക. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻസ് അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് എൻ എന്നാണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് വൺ എന്നാണ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് വൺ എന്നാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഓഫ് എൻ എന്നുള്ളതാണ് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ വായിച്ചു നോക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ടൈം കോംപ്ലക്സിറ്റീസ് ഓഫ് ഫൈൻഡിങ് എയ്ത്ത് എലമെന്റ് ഫ്രോം ബിഗിനിങ് ആൻഡ് എയ്ത്ത് എലമെന്റ് ഫ്രോം എൻഡ് പിന്നെ സിംഗിൾ ലിങ്ക് ലിസ്റ്റ്. അപ്പം ലിങ്ക് ലിസ്റ്റ് സിംഗിൾ ലിങ്ക് ലിസ്റ്റിനകത്താണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? എയ്ത്ത് എലമെന്റ് ഫ്രോം ബിഗിനിങ്, എയ്ത്ത് എലമെന്റ് ഫ്രോം എൻഡും എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു ലിങ്ക് ലിസ്റ്റ് ആണെന്ന് നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ഹെഡ് വരയ്ക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് നോട്ട്. അപ്പൊ ഹെഡിന്റെ അഡ്രസ് ഞാൻ 10 ഇട്ടു, അടുത്തത് 20, അടുത്തത് 30. ഓക്കെ, ദെൻ അങ്ങനെ നമുക്കിത് എയ്ത്ത് എലമെന്റ് ആണെന്ന് നോക്കുക. അപ്പൊ ഇതിന് മുന്നേ 8 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇതിനൊക്കെ തന്നെ കുറെ എലമെന്റ്സ് വരുന്നിട്ട് ലാസ്റ്റ് എലമെന്റ് ടെയിൽ എലമെന്റ് എന്നുള്ള രീതിയിൽ അതിന്റെ ലിങ്ക് എന്താണ് ഞാൻ നല്ലതായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ മുതൽ 8ാമത്തെ എലമെന്റ് എന്നുള്ള കാര്യമാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 8ാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് അത് എന്ത് തന്നെ ആയിരിക്കും? 8ാമത്തെ എലമെന്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആ ഒരു എലമെന്റിനെ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന മുന്നോട്ട് 8 തവണ മൂവ് ചെയ്താൽ മതി, അല്ലെ? അപ്പം ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഓൾവേസ് ഒരു കോൺസ്റ്റന്റ് ആയി തന്നെ ആയിരിക്കും എടുക്കുക, അല്ലെ? ഇപ്പൊ 100 എലമെന്റ് ഉണ്ടെങ്കിലും 1000 എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 8ാമത്തെ എലമെന്റ്, അല്ലെ, ഫ്രോം ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 8ാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ആയിരിക്കും 8ാമത്തെ എലമെന്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള എലമെന്റിനെ കണ്ടെത്താനായിട്ട് നമ്മൾ എടുക്കുന്ന ടൈം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടൈം ആണ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ആൻസർ ഏതാണ്? ബിഗ് ഓഫ് വൺ ആണ്. എവിടുന്നാണ്? സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ളത്. ഓക്കെ, ഇനി അതേസമയം നമ്മൾ എൻഡിങ്ങിൽ നിന്നാണെങ്കിൽ എടുക്കുക. അപ്പൊ എൻഡിങ്ങിൽ നിന്നാണെങ്കിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. എളുപ്പത്തിലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ എത്ര എലമെന്റ്സ് ഈ ലിങ്ക് ലിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കൗണ്ട്. ഈ പറയുന്നതിനൊക്കെ തന്നെ നമ്മുടെ എന്താണ് 8 മൈനസ് അല്ലെ? അപ്പം ഇപ്പം എന്താണ് 100 എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എത്രയാണെന്നുള്ള കാര്യം കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ 92ാമത്തെ എലമെന്റ് ആണ്. ഇനി എന്താണ് എൻഡിൽ നിന്ന് പുറകോട്ടുള്ള എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എയ്ത്ത് എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് എലമെന്റ്സിന് എന്തായിരിക്കും? ഇക്വലന്റ് ആയിരിക്കും. മീൻസ് ആ ഒരു ടൈം കൺസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഇതിന് വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? ബിഗ് ഓഫ് എൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എത്ര എലമെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എന്താണ് ഈ പറയുന്ന ആ നമ്പർ ഓഫ് എലമെന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് കൊടുത്തത്? ബിഗ് ഓഫ് ആണെങ്കിൽ ബിഗ് ഓഫ് വണ്ണും എൻഡിങ്ങിൽ നിന്നാണെങ്കിൽ എന്താണ്? ബിഗ് ഓഫ് എന്നും ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലിങ്ക് ലിസ്റ്റിനകത്ത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ടൈം കോംപ്ലക്സിറ്റി റിലേറ്റഡ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷന് വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കുക? നിങ്ങൾ ബിഗ് ഓഫ് വൺ കൊടുക്കുക. അതേസമയം എന്താണ് ഈ ഒരു ഓപ്പറേഷന് വേണ്ടി വരുന്ന ടൈം ആ ഒരു എന്താണ് സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗ് ഓഫ് എൻ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കിട്ടുന്ന ക്വസ്റ്റ്യനേ ഉള്ളത്. പക്ഷെ വായിച്ചു നോക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സാവകാശം നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് എക്സാമുകളിൽ വെച്ച്. ഓക്കെ,
പറഞ്ഞിരുന്ന ഇതാണ് വാട്ട് ആർ ദ ടൈം കോംപ്ലക്സിറ്റീസ് ഓഫ് ഫൈൻഡിങ് 8th എലമെന്റ് ഫ്രം ബിഗിനിങ്. അപ്പൊ അത് എത്ര ആയിരുന്നു? ബിഗ് ഓഫ് 1 ആയിരുന്നു. കാര്യം നമ്മൾ എന്താണ് 8th എലമെന്റ് വരെ പോയാൽ മതി. അതിപ്പോ 100 എലമെന്റ് ആണെങ്കിലും 1000 എലമെന്റ് ആണെങ്കിലും സെയിം എഫക്ട് തന്നെയാണ്. അതേസമയം ലാസ്റ്റിൽ 8th എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ആ ഒരു ബിഗ് ലിസ്റ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബിഗ് ഓഫ് എന്താണെന്ന് പറയും. അങ്ങനെയാണ് ആൻസർ എന്ത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ സർക്കുലർ ക്യൂ of characters is implemented using a linear array whose first index is 1. Okay, the array currently contains the elements d hyphen hyphen a b c starting from the index 1. Okay, അപ്പം ഞാൻ ഈ ഒരു സർക്കുലർ എന്താണ് ക്യൂ എന്ന് വരയ്ക്കുവാണ്. ഇൻഡെക്സ് അവർ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 4. എനിക്ക് അറിയില്ല എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് എലമെന്റ്സ് കറന്റ്ലി ഉള്ള എലമെന്റ്സ് അവർ പറയുന്നുണ്ട് ഡി ഹൈഫൺ ഹൈഫൺ എ, അതിനൊക്കെ തന്നെ ബി, അതിനൊക്കെ തന്നെ എന്താണ് സി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 6 എലമെന്റ്സ് ആണ് ടോട്ടൽ ഇതിനകത്തുള്ളത്. ഓക്കെ ഓക്കെ, കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻഡെക്സ് 1 ആണെന്ന് പറഞ്ഞിട്ട് കറന്റ്ലി ഉള്ള എലമെന്റ്സിന്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ പറയുന്നത് ഹിയർ ഹൈഫൺ ഡിനോട്ട്സ് എം ടി സ്ലോട്ട്. അപ്പൊ ഈ ഹൈഫൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എം ടി ആണെന്ന് ഡിനോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് 2 എലമെന്റ്സ് ആർ ഡിലീറ്റഡ് ആൻഡ് 3 ആർ ആഡഡ്, വാട്ട് ആർ ദ ന്യൂ പൊസിഷൻസ് ഓഫ് റിയർ ആൻഡ് ഫ്രണ്ട്? ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. സർക്കുലർ ക്യൂ ആയതുകൊണ്ട് ഫ്രണ്ട് എവിടെയും റിയർ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണ്? ആദ്യം പെർഫോം ചെയ്യേണ്ടത് ഇഫ് 2 എലമെന്റ്സ് ആർ ഡിലീറ്റഡ് ആൻഡ് 3 എലമെന്റ്സ് ആർ ആഡഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഡിലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? ഡി ക്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സർക്കുലർ ക്യൂവിൽ നിന്ന് ഡി ക്യൂ. അപ്പം ക്യൂവില് നമ്മൾ ഡിലീഷൻ എപ്പോഴും പെർഫോം ചെയ്യുന്ന എവിടെയാണ്? ഫ്രണ്ടിൽ നിന്ന് വേണം പെർഫോം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട് എവിടെ നിൽക്കുന്നത്? 4-ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം റിമൂവ് ചെയ്യുന്ന ആരാണ്? എ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് അടുത്ത പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, 5-ലായി. ഇനി ഒന്നും കൂടെ അവർ ഡി ക്യൂ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അല്ലെ? 2 ഡിലീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിലീറ്റ് 2 എണ്ണം അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് ഡിലീഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? നമ്മൾ സെക്കൻഡ് ഡിലീറ്റും കൂടെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന തന്നെ ഡി ഡിലീറ്റ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇവിടെ എത്തി ഈ ഒരു ലൊക്കേഷനിൽ. ഫ്രണ്ട് 6-ലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പം ഞാൻ അത് 2 എം ടി സ്ലോട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 2 എന്തായിട്ട് മാറ്റി? എം ടി ആയിട്ട് മാറ്റി. അപ്പൊ ആദ്യത്തെ 2 എലമെന്റ്സിനെ അവർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു ഈ ഒരു പോർഷൻ. അടുത്തത് 3 ആർ ആഡ് അല്ലെ? 3 എലമെന്റ്സിനെ എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എൻ ക്യൂ ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ എൻ ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എൻ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം എൻ ക്യൂ ചെയ്യുന്നത് എക്സിനാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം റിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ ക്യൂ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. റിയറോട് നിന്ന് മാറിയിട്ട് എക്സിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യും. ഇനി അഗെയിൻ എൻ ക്യൂ ഞാൻ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ ഞാൻ എൻ ക്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിയർ ഒന്നും കൂടെ മാറിയിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് പൊസിഷനിലേക്ക് എത്തും. വൈ അവിടെ സ്റ്റോർ ആകും. ദെൻ ഞാൻ അടുത്തൊരു എൻ ക്യൂ ചെയ്തു. എൻ ക്യൂ ഓഫ് ഇസഡ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? ഒന്നും കൂടെ റിയർ മാറി. റിയർ ഇവിടെ എത്തി. ദെൻ അവിടെയാണ് ആരാടാകുന്നത്? ഇസഡ് ആടാ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വാട്ട് ആർ ദ ന്യൂ പൊസിഷൻസ് ഓഫ് റിയർ ആൻഡ് ഫ്രണ്ട് അല്ലെ? ഇപ്പോഴത്തെ റിയറിന്റെയും ഫ്രണ്ടിന്റെയും ലൊക്കേഷൻ ഇൻഡെക്സിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, റിയർ എവിടെയാണ് നിൽക്കുന്നത്? 4-ലാണ് നിൽക്കുന്നത്. അപ്പൊ റിയറിന്റെ വാല്യൂ 4-ഉം ഫ്രണ്ടിന്റെ വാല്യൂ എത്ര കിടക്കുന്നത്? 6-ഉം ആണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യായിരുന്നു. ഇത്തിരി ഒരു ടൈം എടുത്തേക്കാം, പക്ഷെ എന്തായാലും കറക്റ്റ് ആൻസറിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. എന്ത് ചെയ്യാം? 2 ഓപ്പറേഷൻ ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ റിയറും ഫ്രണ്ടും എവിടെ നിൽക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, റിയർ 4-ലും അതിനൊക്കെ തന്നെ ഫ്രണ്ട് എവിടെ വരുന്നത്? 6-ലും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറന്റ്ലി ഉള്ള ക്യൂവിന്റെ സ്റ്റാറ്റസ് കാണിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഓപ്പറേഷൻസ് പറയുന്നത് ആ ഓപ്പറേഷൻസ് ക്യൂവിൽ എന്ത് ചെയ്യുക? പെർഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഡിലീഷൻ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലാണ് പെർഫോം ചെയ്യേണ്ടത്. ഇൻസേർഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ പെർഫോം ചെയ്യണം. ഈ പറയുന്ന പിന്നെ റിയറിൽ പെർഫോം ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഫ്രണ്ട് റിയറിന് മോഡിഫിക്കേഷൻ വരും. അതാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 4, 6 ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രിയർ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് എ ബൈനറി ട്രീ ഈസ് 8, 9, 6, 7, 4, 5, 2, 3, 1. The inverted traversal of the same tree is 8, 6, 9, 4, 7, 2, 5, 1, 3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ദ ഹൈറ്റ് ഓഫ് എ ട്രീ ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാത്ത് ഫ്രം റൂട്ട് ടു എനി ലീഫ്. ഓക്കെ, ദെൻ അത് നമ്മുടെ ഹൈറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് ദ ഹൈറ്റ് ഓഫ് ദ ബൈനറി ട്രീ എബോ ഈസ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഓർഡർ തന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ഇതാണ്. ആ ഒരു ഓർഡേഴ്സ് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഓർക്കുക. ഓക്കെ, അപ്പം ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനറി ട്രീ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബൈനറി ട്രീയുടെ 2 ഓർഡറുകൾ തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് 2 ട്രീസിന്റെ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയാറുള്ളത്. ഒന്ന് നമ്മുടെ ബൈനറി ട്രീ പറയാറുണ്ട്, അതുപോലെ തന്നെ അടുത്തത് ബൈനറി സെർച്ച് ട്രീ പറയാറുണ്ട്. ബൈനറി സെർച്ച് ട്രീയും പറയാറുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ BST എന്ന് പറയും. ഓക്കെ, അപ്പം മെയിൻ പോയിന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് ഓർഡർ തന്നിരിക്കണം, അതുപോലെ തന്നെ ഇൻ ഓർഡർ തന്നിരിക്കണം. ഈ 2 ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ, ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതേസമയം BSTയുടെ കേസിലാണെങ്കിൽ ഒന്നുകിൽ പ്രീ ഓർഡർ തരിക, അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഓർഡർ തന്നാൽ മതി. ഇതിൽ ആരെങ്കിലും ഒരു ഓർഡർ തന്നാൽ മതി. ഏതിന്റെ കേസിലാണ്? BSTയുടെ കേസിൽ പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡർ തരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഏതിന്റെ കേസിലാണ്? BSTയുടെ കേസിൽ. അതേസമയം ബൈനറി ട്രീയുടെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2 ഓർഡറുകൾ തരണം. ആ തരുന്ന ഓർഡറിൽ ഒന്നുകിൽ പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് തരണം, അതിന്റെ കൂടെ ആരെയും കൂടെ നിങ്ങൾക്ക് തരണം, ഇൻ ഓർഡർ കൂടെ തന്നെങ്കിൽ മാത്രമേ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ബൈനറി ട്രീയുടെ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ഈ ലെഫ്റ്റിൽ കാണുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്, നമുക്ക് 2 ഓർഡറുകൾ തന്നിട്ടുണ്ടായിരിക്കും. ആ 2 ഓർഡറുകൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് നോക്കിയേ, ദ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് എ ബൈനറി ട്രീ. അപ്പൊ നമുക്ക് പോസ്റ്റ് ഓർഡർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ, ഇവിടെ ഞാൻ അതിന്റെ പോസ്റ്റ് ഓർഡർ എഴുതുവാണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 8, 9, ഓക്കെ, 6, 7, 4, 5, 2, 3, 1. ഇതാണ് പോസ്റ്റ് ഓർഡർ. ഇനി അടുത്തൊരു ഓർഡർ കൂടെ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് ഇവരിൽ ആരെങ്കിലും ഒരാളെ തരണം, അതിന്റെ കൂടെ ആരെയും കൂടെ നിങ്ങൾക്ക് തരണം, ഇൻ ഓർഡറിനെ തരണം. അപ്പൊ ദാ ഇൻ ഓർഡർ തന്നിട്ടുണ്ട്. ഇൻ ഓർഡർ എങ്ങനെയാണ്? 8, 6, 9 അല്ലെ, 4, 7, 2, 5, 1, 3. അപ്പൊ 2 ഓർഡറുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 ഓർഡറുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ആ ഒരു ട്രീ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നോക്കിക്കോ, ഞാനിവിടെ ആദ്യം പോസ്റ്റ് ഓർഡർ എഴുതുവാണ്. ഓക്കെ, പോസ്റ്റ് ഓർഡർ തന്നിട്ടുള്ളത് 8, 9, 6, ഓക്കെ, 7, 4, 5, 2, 3, 1. ഇനി അതുപോലെ തന്നെ ഇൻ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 8, 6, 9, ഓക്കെ, 4, 7, 2, 5, 1, 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ ഓർഡറിലാണെങ്കിൽ, പ്രീ ഓർഡർ ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ റൂട്ട് ആണ് ഏത് പൊസിഷനിൽ ഇരിക്കുന്നത്, ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഇനി പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ അതിന്റെ പ്രത്യേകം വെച്ചാൽ റൂട്ട് ലാസ്റ്റ് പൊസിഷൻ ആയിരിക്കും, ആ ട്രീയുടെ റൂട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, പോസ്റ്റ് ഓർഡർ ആണ് തന്നിരിക്കുന്നത് അല്ലെ. പോസ്റ്റ് ഓർഡർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ പോസ്റ്റ് ഓർഡറിന്റെ പ്രത്യേകത എന്താണ്, റൂട്ടാണ് ലാസ്റ്റ് പൊസിഷനിൽ എന്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റൂട്ടിനെ കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇവിടെ റൂട്ടിനെ കണ്ടെത്തുവാണ്. റൂട്ട് എന്ന് പറയുന്ന ആരാണ്, പോസ്റ്റ് ഓർഡർ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് റൂട്ട് ആരാണ്, 1 ആണെന്ന് പറയാം. അപ്പൊ ഞാൻ റൂട്ടിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഓർഡറിൽ 1ന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, 1ന്റെ പൊസിഷൻ ഏതാണ്, ഇതാണ്. ഓക്കെ, ആ 1നെ വെച്ചിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8, 6, 9, 4, 7, 2, 5 ലെഫ്റ്റ് സൈഡിലും 3 എന്താണ് റൈറ്റ് സൈഡിലും. അപ്പൊ 3യിൽ ഒരാൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുവാണ്. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെ വരുന്നുണ്ട് നമുക്ക്, 8, 6, 9, 4, 7, 2, 5 ഇത്ര എലമെന്റ്സ് വരുന്നുണ്ട്. ഇനി ഈ ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സബ് ട്രീയിലും റൈറ്റ് സബ് ട്രീയിലും ഇപ്പൊ നമ്മൾ ചെയ്ത കണക്കാണ് അല്ലെ. പോസ്റ്റ് ഓർഡർ വെച്ച് റൂട്ട് കണ്ടുപിടിക്കുന്നു, ഇൻ ഓർഡർ വെച്ച് ബാക്കി എലമെന്റ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നോക്കുന്നു. ആ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, പോസ്റ്റ് ഓർഡറിനകത്ത് ഈ എലമെന്റ് 8, 6, 9, 4, 7, 2, 5 അവസാനം വരുന്ന ആരാന്ന് നോക്കുക. അവസാനം വരുന്ന ആരാണ്, നമ്മളുടെ 2 അല്ലേ വന്നിരിക്കുന്നത് അല്ലെ. ഈ വാല്യൂസിനകത്ത് 8, 6, 9, 4, 7, 2, 5 ഈ എലമെന്റ്സ് പോസ്റ്റ് ഓർഡറിൽ നോക്കുമ്പോൾ അവസാനം വരുന്ന ആളാരാണ്, 2. 2നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സബ് ട്രീയുടെ റൂട്ടായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടുത്തെ റൂട്ടാരാണ് 2. ഇനി 2നെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എലമെന്റിനെ പ്ലേസ് ചെയ്യുക എവിടെ, ഇൻ ഓർഡർ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയ ഇൻ ഓർഡറിനകത്ത് ഈ വാല്യൂസിനകത്ത് 8, 6, 9, 4, 7, 2, 5 നമ്മൾ എന്താണ് ഈ പറയുന്നതിന് തന്നെ 2നെ ബേസ് ചെയ്ത് ബാക്കിയുള്ളവർ എങ്ങനെയാന്ന് നോക്കിയേ, 5 റൈറ്റ് സൈഡിലും അല്ലെ. 5നെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് ഒരാളെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ബാക്കിയുള്ള എലമെന്റ്സ് എന്താണ്, ലെഫ്റ്റ് സൈഡിലും വരും. ഓക്കെ, ബാക്കിയുള്ള എലമെന്റ്സ് ആരാണ്, 8, 6, 9, 4, 7.
ഇനി ഇതേ പ്രൊസീജിയർ നമ്മൾ 86947 അപ്ലൈ ആണെങ്കിൽ 86947 അവസാനം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പൊ 4നെ അവിടുത്തെ റൂട്ട് ആക്കുക. ഇനി 4നെ ബേസ് ചെയ്ത് ബാക്കിയുള്ളവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. 869. ഇനി 869 അവസാനം ആരാണ് പോസ്റ്റ് ഓർഡറിൽ വരുന്നത് നോക്കുക. 6 ആണ്. അപ്പൊ 6നെ നിങ്ങൾക്ക് അവിടുത്തെ റൂട്ട് ആയിട്ട് എടുക്കാം. ഇനി 6നെ ബേസ് ചെയ്ത് ബാക്കി രണ്ടുപേരും എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? 8 ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഒരാളെ ഉള്ളവിടെ ഫിക്സ് ചെയ്യാം. 9 റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണ് ഞാൻ ആ ട്രീ ഇവിടെ നിന്ന് വരയ്ക്കുവാണ്. 1 റൈറ്റ് സൈഡിൽ 3, ലെഫ്റ്റ് സൈഡിൽ ആരാ വന്നിരിക്കുന്നത്? 2. ദെൻ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ 4 വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ 5 വന്നിട്ടുണ്ട്. ദെൻ 4ന്റെ ലെഫ്റ്റ് സൈഡിൽ 6 വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 7 വരുന്നുണ്ട്. 6ന്റെ ലെഫ്റ്റ് സൈഡിൽ 8 വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 9 വരുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, ട്രീ ഏതാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ട്രീയുടെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹൈറ്റിന്റെ ഡെഫിനിഷൻ അവർ പറയുന്നുണ്ട്, ദ ഹൈറ്റ് ഓഫ് എ ട്രീ ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാത്ത് ഫ്രോം റൂട്ട് ടു എനി. അപ്പൊ ഇതിനകത്ത് ലീഫ് ആരൊക്കെയാണ്? 8 ലീഫാണ്, 9 ലീഫാണ്, 7, 5, 3. അതിനകത്ത് ലോങ്സ്റ്റിൽ നിൽക്കുന്ന ആരൊക്കെയാണ്? 8, 9 ആണ് അല്ലെ. അപ്പൊ ആ പാത്തിലേക്ക്, റൂട്ടിൽ നിന്ന് ആ പാത്തിലേക്കുള്ള നമ്പർ ഓഫ് എഡ്ജസിന്റെ എണ്ണം എടുക്കുക. 1, 2, 3, 4 ആണ് എന്ത് വരുന്നത്? ലോങ്സ്റ്റ് പാത്തിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് വരുന്നത്. അപ്പൊ 9 ആണെങ്കിലും അതേണെങ്കിൽ 8 ആണെങ്കിലും സെയിം വാല്യൂ തന്നെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ട് എടുക്കാം? 4 ആയിട്ട് എടുക്കാം. അപ്പൊ ആൻസർ എത്രയാണ്? 4 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ലോങ്സ്റ്റ് പാത്തിലുള്ള എന്താണ് നമ്പർ ഓഫ് എഡ്ജസ് വെച്ചിട്ടാണ് നമ്മളത് കൗണ്ട് ചെയ്തിരിക്കുന്നത് 4 എന്നുള്ളത്. അപ്പൊ ഈ മോഡലാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ഓർഡറുകൾ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്ത് ചെയ്യുക? ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റൂ? അതിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ചെയ്ത് നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന ടൈം വേണം ഇവിടെ എന്ത് ചെയ്യാനായിട്ട്? ഇൻവെസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ട്രീയിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും വരുന്നത് ഈ പറയുന്ന ട്രാവേഴ്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ ബാലൻസ്ഡ് ബൈനറി ട്രീ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ ഹൗ മെനി നോഡ്സ് വിൽ ബിക്കം അൺബാലൻസ്ഡ് വെൻ എ നോഡ് ഈസ് ഇൻസെർട്ട് ആസ് എ ചൈൽഡ് ഓഫ് നോഡ് ജി. അപ്പൊ ഇത് ബാലൻസ്ഡ് ട്രീ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമാണ് പഠിക്കാനുള്ളത്. AVL എന്ന് പറയുന്ന ട്രീ ആണ്. അപ്പൊ AVL ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ AVL ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെൽഫ് ബാലൻസ്ഡ് ട്രീ ആണ്. അപ്പൊ അവിടെ ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ബാലൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് മൈനസ് റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് വരേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3 വാല്യൂസ് വരാൻ പാടുള്ളൂ. എത്രയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഈ 3 വാല്യൂസേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയത്തുള്ളൂ? ബാലൻസ്ഡ് ആണെന്ന് പറയത്തുള്ളൂ. അല്ലാതെ വരുവാണെങ്കിൽ അത് അൺബാലൻസ്ഡ് ആണെന്ന് പറയും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീയിൽ അല്ലെ, നമുക്കിവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്. ഹൗ മെനി നോട്ട്സ് വിൽ ബിക്കം അൺബാലൻസ്ഡ് വെൻ എ നോഡ് ഈസ് ഇൻസേർട്ടഡ് ആസ് എ ചൈൽഡ് ഓഫ് ദ നോഡ് ജിക്ക് നമ്മളൊരു ചൈൽഡ്, ഫോർ എക്സാമ്പിൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. എക്സ് എന്ന് പറയുന്ന ഒരു ചൈൽഡിനെ ഞാൻ ഇൻസേർട്ട് ചെയ്ത് നിൽക്കാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ നോഡുകൾ എന്താകുന്നു എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. എത്ര നോഡുകൾ അൺബാലൻസ്ഡ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് മൈനസ് റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്ത ആളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എക്സിന്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എക്സിന് ലെഫ്റ്റ് സബ്ട്രീ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എത്രയാണ്? 0. മൈനസ് റൈറ്റ് സബ്ട്രീ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ഹൈറ്റ് എത്രയാണ്? 0. അപ്പം 0 - 0 എത്ര വരും? 0. നമുക്ക് 3 വാല്യൂസ് അലൗഡ് ആണ്, -1, 0, 1. ഇതല്ലാതെ ഏതെങ്കിലും വാല്യൂ വരുവാണെങ്കിലാണ് നമ്മൾ അതിനെ അൺബാലൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പം എക്സിന്റെ ബാലൻസിങ് ഫാക്ടർ എത്രയാണ്? 0. അത് ഇഷ്യൂ ഇല്ല, അത് ഓക്കെ ആണ്. ഇനി അടുത്തത് ജിയുടെ എടുക്കുകയാണെങ്കിൽ ജിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? 1. റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ് നമുക്ക് വരുന്നത്? 0. റൈറ്റ് സബ്ട്രീ ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 1. അപ്പൊ അത് എന്താണ്? ഓക്കെ ആണ്, 3 വാല്യൂസിൽ വരുന്ന വാല്യൂ ആണ്. അടുത്ത സിയുടെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? നമുക്ക് 2 വരുന്നുണ്ട്. റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്ര വരുന്നത്? നമുക്ക് 0 അല്ലെ. അപ്പൊ 2 - 0 എത്ര വരും? 2. അപ്പൊ നമുക്ക് പറയാം സി എന്താണെന്ന് പറയാം? അൺബാലൻസ്ഡ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് സി എന്തായിട്ട് മാറി? അൺബാലൻസ്ഡ് ആയിട്ട് മാറി. ഇനി അടുത്ത ഡിയുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? 3 വരും അല്ലെ. ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 3ഉം റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? 1. അപ്പൊ 3 - 1 എത്രയാണ്? 2. അപ്പൊ 2 നമുക്ക് അലൗഡ് അല്ല. -1, 0, 1 ഈ 3 വാല്യൂസ് ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ ബി എന്താണ്? അൺബാലൻസ്ഡ് ആണെന്ന് പറയാം. ബിയും അൺബാലൻസ്ഡ് ആണ്, രണ്ടാളായി.
ഡിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ് 0, റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ് 0. അപ്പൊ 0 - 0 0 ബാലൻസ്ഡ് ആണ്. അടുത്ത എഫ് എടുക്കുവാണെങ്കിൽ ഓക്കെ, ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 0, റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 0, 0 - 0 0, അതും ബാലൻസ്ഡ് ആണ്. ഇനി ഇ എടുക്കുവാണെങ്കിൽ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 1, റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് നമുക്ക് എത്ര വരുന്നത്, റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 0 അല്ലെ, 1 - 0. ഇക്ക് റൈറ്റ് സബ്ട്രീ ഇല്ല, അപ്പൊ 1 - 0 എത്ര വരും 1. അപ്പൊ അത് എന്താണ്, ബാലൻസ്ഡ് ആണ്. നമുക്ക് 3 വാല്യൂസ് അലൗഡ് ആണ്, -1 0 1, 3 വാല്യൂസ് വന്നാൽ ബാലൻസ്ഡ് ആണ്. ഇനി അടുത്ത എയുടെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് നമുക്ക് എത്ര വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് നമുക്ക് എത്ര വരുന്നത് 2 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 4 - 2 അല്ലെ. എയുടെ ലെഫ്റ്റ് സബ്ട്രീ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു പോർഷൻ മൊത്തത്തിൽ വരുവേ. ദെൻ റൈറ്റ് സബ്ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എഫ് വരുന്ന ആ ഒരു പാത്താണ്. അപ്പൊ 4 - 2 എത്ര വരും 2. അപ്പൊ 2 നമുക്ക് അലൗഡ് അല്ല, അപ്പൊ എ എന്തല്ല, ബാലൻസ്ഡ് അല്ല. ഓക്കെ, അപ്പൊ 3 നോഡുകൾ നമുക്ക് എന്തല്ല, ബാലൻസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആണ്. അപ്പൊ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മൾ ഈ പറയുന്ന എന്തായിരുന്നു, നമ്മുടെ ജിക്ക് നിങ്ങളൊരു ചൈൽഡിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നോഡുകളാണ് അൺബാലൻസ്ഡ് ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് ആൻസർ പറയാൻ പറ്റുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, അൺബാലൻസ്ഡ് ആകുന്നത്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ എയും ബിയും സിയും ആണ് നമുക്ക് എന്ത് വരുന്നത്, അൺബാലൻസ്ഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ AVLന്റെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ച് ജസ്റ്റ് എന്താണ് ബാലൻസിങ് ഫാക്ടറും ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഓരോ നോഡിന്, അപ്പൊ അതിനകത്ത് നമുക്ക് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ലീഫ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണു അടച്ച് നിങ്ങൾക്ക് ബാലൻസ് ഫാക്ടർ എത്രയാണ്, 0 ആണെന്ന് പറയാം. അത് നമ്മുടെ എന്താണ് ഒരു ഷോർട്ട് കട്ട് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്താണെങ്കിൽ ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സിന്റെ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതിനൊക്കെ ഡിയുടെ കാൽക്കുലേറ്റ് ചെയ്തില്ല, എഫിന്റെ കാൽക്കുലേറ്റ് ചെയ്തില്ല, ഇയുടെ കാൽക്കുലേറ്റ് ചെയ്തില്ല. കാര്യം ഒരു ലീഫാണ്, അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ബാക്കിയുള്ളവരുടെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ജിയും സിയും ബിയും എയും മാത്രമായിട്ട് മാറും. അതിൽ ജിയുടെ എന്താണ് സ്പോട്ടിലാണ് നമുക്കറിയാം, ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 1 ആണ്, റൈറ്റ് സബ്ട്രീ ഇല്ല, അപ്പൊ 1 - 0 1. ബാക്കിയുള്ളവരുടെ മാത്രം നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെയൊക്കെ നമ്മൾ ഷോർട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ടൈം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനാണ് ഞാൻ പറഞ്ഞത് ലീഫ് എന്ന് പറഞ്ഞ ഓക്കെ, ഏതെങ്കിലും ലീഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോഡ് ലീഫ് ആണെങ്കിൽ അതിന്റെ ബാലൻസിങ് വെക്ടർ എന്ന് പറഞ്ഞ എത്രയാണ്, 0 ആണ്. കാര്യം അതിന് ലെഫ്റ്റ് സബ്ട്രീ റൈറ്റ് സബ്ട്രീ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 0 ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ഡി എഫ് ഈ എഫ് ഇതിന്റെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സപ്പോസ് ഈച്ച് സെറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് വിത്ത് എലമെന്റ്സ് ഇൻ ആർബിട്രറി ഓർഡർ, വിച്ച് ഓഫ് ദീസ് ഓപ്പറേഷൻ എന്ന യൂണിയൻ, ഇന്റർസെക്ഷൻ, മെമ്പർഷിപ്പ് ആൻഡ് കാർഡിനാലിറ്റി വിൽ ബി ദ സ്ലോവസ്റ്റ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 2 സെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് സെറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 2 3 4 ആണെന്ന് നോക്കാം. സെക്കൻഡ് സെറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് 2 3 5 6 ആണ്. അപ്പൊ ഈ 2 സെറ്റുകൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 സെറ്റുകളെയും എന്തായിട്ട് അസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ലിങ്ക് ലിസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുകയാണ്. ആ ഫസ്റ്റ് സെറ്റ് ലിങ്ക് ലിസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എലമെന്റ്സ് ഇങ്ങനെ ആയിരിക്കും വരിക, 1 2 3 4. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എലമെന്റ്സ് വരുന്നത് 2ന്റെ ഹെഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഹെഡ് 1 എന്ന് ഞാൻ കൊടുത്തു, ഇത് ഞാൻ എന്താണ് ഹെഡ് 2 എന്ന് കൊടുത്തു. 2 3 5 6. ഓക്കെ, അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓപ്പറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ, ഇന്റർസെക്ഷൻ, മെമ്പർഷിപ്പ്, കാർഡിനാലിറ്റി വിൽ ബി ദ സ്ലോവസ്റ്റ്. ഏതൊക്കെ ഓപ്പറേഷൻ ആണ് സ്ലോവസ്റ്റ് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, യൂണിയൻ ഓൺലി. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ഇന്റർസെക്ഷനും മെമ്പർഷിപ്പും പറയുന്നുണ്ട്. ഓപ്ഷൻ സി പറയുന്നത് മെമ്പർഷിപ്പ്, കാർഡിനാലിറ്റി. ഓപ്ഷൻ ഡി പറയുന്നത് യൂണിയൻ, ഇന്റർസെക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂണിയൻ എന്താണെന്ന് വെച്ചാൽ 2 ലിങ്ക് ലിസ്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യണം, ഒറ്റ ലിസ്റ്റ് ആയിട്ട് മാറ്റണം. പക്ഷെ അവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് അല്ലെ, 2 3 വരാൻ പാടില്ല, ഒരു തവണ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് ലിസ്റ്റിനകത്ത് ഇത് നമ്മുടെ ലിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ L1 എന്ന് വിളിച്ച് ഇതിനെ ഞാൻ L2 എന്ന് വിളിച്ചു നിൽക്കുക. അപ്പൊ L1നകത്ത് ഒരു എലമെന്റ് L2 ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ L2 നിന്ന് അതിനെ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്താണ് ഈ പറയുന്ന യൂണിയനിലേക്ക് പോകാനായിട്ട്. അപ്പൊ അതൊരു എന്താണ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്. ഓരോ എലമെന്റും എന്താണ് സെക്കൻഡ് ലിസ്റ്റിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ആ എലമെന്റിനെ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന യൂണിയൻ ഓപ്പറേഷനകത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഓപ്പറേഷൻ അവർ പറഞ്ഞിരിക്കുന്ന ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ യൂണിയൻ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഒറ്റ ലിസ്റ്റ് ആക്കുമ്പോൾ കോമൺ എലമെന്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഈ 2 ലിസ്റ്റിൽ നിന്ന് ഇന്റർസെക്ഷൻ ചെയ്ത് കിട്ടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ഈ പറയുന്ന 2ഉം 3ഉം മാത്രമേ വരിക. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു എലമെന്റ് എടുക്കും അല്ലെ,
എന്താണ് ഫസ്റ്റ് ലിസ്റ്റിനകത്ത് ഒരു എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റ് സെക്കൻഡ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യും. അടുത്ത എന്താണ് സെക്കൻഡ് എലമെന്റ് എടുക്കും. ആ എലമെന്റ് സെക്കൻഡ് ലിസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം ഓരോ എലമെന്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ആ എലമെന്റ് സെക്കൻഡ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേഷൻ എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ യൂണിയൻ ഇന്റർസെക്ഷൻ എന്താണെന്ന് പറയാൻ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയും. കാര്യം ഓരോ എലമെന്റ് മറ്റൊരു ലിസ്റ്റിനകത്ത് ഫുള്ള് പോയി നോക്കേണ്ടി വരും. ഓക്കെ, ഒരിടത്ത് അതിനെ എന്താണ് റിമൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഒരിടത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ റിസൾട്ടിംഗ് ലിസ്റ്റിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പം ആ ഒരു ലിസ്റ്റിൽ മാത്രം അതിനെ എന്ത് ചെയ്താൽ മതി, ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി യൂണിയൻ ഇന്റർസെക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മെമ്പർഷിപ്പ് എന്താണ് അത്രയും ഒരു ലെങ്തി പ്രോസസ് അല്ല. ഓക്കെ, ഇനി അടുത്ത കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് എത്ര തവണ ഹൗ മെനി ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് കാർഡിനാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു എലമെന്റ് അതും ഒരു ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. മെമ്പർഷിപ്പും അത് കണക്ക് തന്നെ എന്താണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തിനെ വെച്ചിട്ടാണ്, ഒരു സിംഗിൾ ലിസ്റ്റിനെ അല്ലെങ്കിൽ സിംഗിൾ ലിസ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഒരു ലിസ്റ്റിൽ എത്ര തവണ ഉണ്ടെന്നുള്ളതാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രാവേഴ്സ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ മെമ്പർഷിപ്പും കാർഡിനാലിറ്റിയും എന്താണ് ഒരു ലിസ്റ്റിൽ മാത്രം നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ക്രോസ് ചെക്കിങ്ങിന്റെ ആവശ്യം അങ്ങനെയൊന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് അത്ര ഒരു എന്താണ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സുകളല്ല. അപ്പൊ നമുക്ക് ആൻസർ ഏതാണ്, യൂണിയൻ ഇന്റർസെക്ഷൻ ആണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റും കമ്പാരിസൺ എല്ലാം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം. അപ്പൊ ആൻസർ എന്താണ്, യൂണിയൻ ഇന്റർസെക്ഷൻ ആണ് ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻസിനകത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലോസ്റ്റ് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. അത് നമ്മൾ കുറച്ച് ലോജിക്കും കൂടെ യൂസ് ചെയ്യണം. then ഈ ഓപ്പറേഷൻ്റെ എല്ലാം യൂസേജ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. അടുത്തത് നമുക്ക് ഗ്രാഫിനെ റിലേറ്റ് ചെയ്ത് എല്ലാ തവണയും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് DFS DFS അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിനകത്ത് ഏകദേശം ഒരു 6 വെർട്ടെക്സുകളാണ് നമുക്ക് വരുന്നത്. വെർട്ടെക്സുകൾ എ മുതൽ എന്താണ് എച്ച് വരെയുള്ള ABCDEFGH. ഓക്കെ, എച്ച് വരെയുള്ള നോഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നതാണ് കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ് എമംഗ് ദ ഫോളോയിങ് സീക്വൻസ്, വാട്ട് ആർ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞ DFSനെ കുറിച്ചാണ്. അപ്പം ഈ തന്നിരിക്കുന്നതിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് DFSന് എക്സാമ്പിൾ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യാം, DFS ആണോ അല്ല എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ DFS ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്നതൊക്കെ തന്നെ അത് സെലക്ട് ചെയ്യേണ്ടി വരും. കാര്യം ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് 1 2 4 DFS ആണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് 1ഉം 4 മാത്രമാണ് DFS. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് 2 3 4 DFS ആണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് 1 3 4 DFS ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 1 നോക്കാം. ഓക്കെ, അത് ഏതായിരുന്നു, ABEGHF. അപ്പൊ നോക്കി നമ്മളൊന്ന് ട്രാവേഴ്സ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പോകാൻ DFS ആകുമ്പോഴത്തേക്ക് മാക്സിമം ഡെപ്തിൽ ഇറങ്ങി പോകാന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പൊ എയിൽ ഞാൻ ആദ്യം വന്നു, എയിൽ നിന്ന് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് ബി. ഓക്കെ, അപ്പൊ നമുക്ക് വരേണ്ട പാത്തുണ്ട്, ബിയിൽ വന്നു. ബിയിൽ വന്നാൽ ബിയിൽ നിന്ന് പോകാൻ പറ്റുന്ന പാത്തുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വന്നു. ബിയിൽ നിന്ന് അവരടുത്ത പറഞ്ഞിരിക്കുന്നത് ഇയിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇയിൽ പോയി, ബിയിൽ നിന്ന് ഇയിലേക്ക് പാത്തുണ്ട്. ഓക്കെ, ഇനി ഇയിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ജിയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജിയിലേക്ക് വന്നു. ജിയിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എച്ചിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എവിടെ വന്നു, എച്ചിൽ വന്നു. എച്ചിൽ നിന്ന് അവരടുത്ത പറഞ്ഞിരിക്കുന്ന പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എഫിലേക്ക് പോകാനാണ്. ഓക്കെ, അപ്പൊ എന്താ ഈ ഒരു പാത്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 1 നമുക്ക് പോകാൻ പറ്റുന്ന പാത്താണ്. ഓക്കെ, അതൊരു DFSന് എക്സാമ്പിൾ ആണ്. കാര്യം നമ്മൾ പോകുന്ന വഴിക്ക് മാക്സിമം ഡെപ്തിൽ ഇറങ്ങി പോകുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അത് നോർമലി നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അത്രയും കാര്യമായിട്ടൊന്നും ഇതിനകത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ട്രാവൽ, അപ്പം 1 ഓക്കെ ആണ്, 1 നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അവർ പറഞ്ഞിരുന്നത് ABEGHF. ഓക്കെ, അതൊരു DFSന് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അപ്പൊ 1 ഓക്കെയാണ്. രണ്ടാമത്തെ എന്തായിരുന്നു, ABFEHG ആണ്. അപ്പൊ നോക്കിയേ, എയിൽ വന്നു. ഓക്കെ, എയിൽ നിന്ന് അടുത്തവർ പറഞ്ഞിരുന്നത് ബിയിൽ പോകാനാണ്. ഓക്കെ, ബിയിൽ നിന്ന് അടുത്തവർ പറഞ്ഞ എഫിൽ പോകാനാണ്. നമുക്ക് പോവാം. എഫിൽ നിന്ന് ഇനി നമുക്ക് പാത്തുള്ളത് ഒന്നുകിൽ എച്ചിലേക്ക് വരണം അല്ലെങ്കിൽ ജിയിലേക്ക് വരണം. പക്ഷേ അവരിവിടെ കൊടുത്ത എന്താണ്, ഇ ആണ് കൊടുത്തത് അല്ലെ. എഫിൽ നിന്ന് നമുക്ക് ഈ വരാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എഫിൽ നിന്ന് പോകാൻ പറ്റുന്ന പാത്തുകൾ നമുക്ക് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്, എച്ചും ജിയും ആയിരുന്നു. അപ്പൊ എച്ചും ജിയും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇയിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് എന്തല്ല കറക്റ്റ് ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് 2 കട്ട് ചെയ്യേണ്ടി വരും.
ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തേലേക്ക് പോവാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ 2 എടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എ ബി എഫിൽ പോയി, അതുവരെ ഓക്കെ ആണ് നമുക്ക്. എഫിൽ നിന്ന് ഇനി ഒന്നുകിൽ എച്ചിൽ പോകണമായിരുന്നു അല്ലെങ്കിൽ ജിയിൽ പോകണമായിരുന്നു. ഡയറക്റ്റ് മാത്രമുള്ള പോകണം. എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആയെങ്കിൽ മാത്രമേ നമ്മൾ റിവേഴ്സ് ചെയ്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എച്ചോ ജിയോ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ശരിയായേനെ. അപ്പൊ നമ്മൾ 1 കറക്റ്റ് ആണ്, 2 തെറ്റാണ്. അപ്പൊ 1 കറക്റ്റ്, 2 തെറ്റ്. ഇനി ഓക്കെ, അടുത്ത ഏതാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷൻ 3 ഒന്ന് നോക്കാം. എ ബി എഫ് എച്ച് ജി ഇ. നമുക്കൊന്ന് നോക്കാം. എയിൽ നിന്ന് അടുത്തവർ പറഞ്ഞിരിക്കുന്ന ബി ആണ്, ബിയിൽ നിന്ന് അടുത്തവർ പറഞ്ഞിരിക്കുന്ന എഫ് ആണ്. ഓക്കെ, എഫിൽ നിന്ന് പോകാൻ പറ്റുന്ന പാത്താണത്. എഫിൽ നിന്ന് അടുത്ത പറഞ്ഞിരിക്കുന്നത് എച്ചിലേക്ക് വരാനാണ്, എച്ചും പോകാൻ പറ്റുന്ന പാത്താണ്. എച്ചിൽ നിന്ന് ജി ആണ്, ജിയിൽ നിന്ന് ഇ അല്ലെ, ആ ഒരു പാത്ത് പോകാൻ പറ്റുന്ന പാത്താണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? DFSന് എക്സാമ്പിൾ ആണ്. ഇനി അവർ നാലാമതായി പറഞ്ഞിരിക്കുന്നത് ഓക്കെ, അപ്പം 1ഉം 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓക്കെ, ചിലപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. എങ്കിൽ ഞാൻ അടുത്ത കൂടെ കാണിച്ചിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാം. അടുത്ത എന്തായിരുന്നു? എ എഫ് ഓക്കെ ജി എച്ച് ബി ഇ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കാം നമുക്ക്. ആദ്യം എയിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എഫിലേക്ക് പോകാൻ ഡയറക്റ്റ് പാത്തുണ്ട്. എഫിൽ നിന്ന് ജിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഓക്കെ, ജിയിൽ നിന്ന് എച്ചിലേക്ക് വരാൻ പറയുന്നുണ്ട്. എച്ചിൽ നിന്ന് ബിയിലേക്ക് അല്ലെ പാത്തുണ്ട്. ബിയിൽ നിന്ന് ഇയിലേക്ക്. ഓക്കെ, അപ്പൊ നോക്കിയേ എ എഫ് ജി എച്ച് ബി ഇ. ഓക്കെ, അപ്പൊ ആ ഒരു പാത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് DFSന് എക്സാമ്പിൾ ആണ്. അപ്പൊ 4 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ആരൊക്കെയാണ്? 1 സാറ്റിസ്ഫൈ ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 1 3 4. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ ഇത് DFSന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സോൾവ് ചെയ്ത്. കാര്യം ഓരോന്നും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മാത്രം മതി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് DFS റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ തവണയും നമുക്ക് DFS റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന PSC എക്സാംസിന് ഡാറ്റാ സ്ട്രക്ചറിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗ്രാഫിംഗ് ഏറ്റവും കൂടുതലാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും DFS റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ DFS റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ ഇതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ലെങ്തി ആണോ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡുകളും അല്ലെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫോളോയിങ് പ്രോസസ്സിംഗ്. അപ്പൊ ഇവിടെ അവർ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എന്താണ് ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ക്യൂവിനെയാണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റാക്ക് അവർ എം ടി ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു എം ടി സ്റ്റാക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 4 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു എം ടി സ്റ്റാക്ക്. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ലൂപ്പ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാക്കിന്റെയും ക്യൂവിന്റെയും സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വൈൽ ഈസ് എം ടി ക്യൂ അല്ലെ, ക്യൂ സോറി നോട്ട് ഈസ് എം ടി ക്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോട്ട് സിമ്പിൾ ഉണ്ട്. അപ്പം ക്യൂ എം ടി അല്ല എന്നുണ്ടെങ്കിൽ അകത്ത് കയറാനാണ് അവർ പറയുന്നത്. അകത്ത് കയറിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പുഷ് ഓപ്പറേഷൻ പറയുന്നുണ്ട്. എവിടേക്കാണ് പുഷ് ചെയ്യേണ്ടത്? എസ് അല്ലെ, സ്റ്റാക്കിന്റെ പേര് എസ് എന്നാണ്. ദെൻ എന്തിനാണ് പുഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യൂവിൽ നിന്ന് ഡി ക്യൂ എന്ന എലമെന്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഇപ്പൊ നോക്കിയേ, നമ്മുടെ ക്യൂ എം ടി ആണോ? അല്ല അല്ലെ, ക്യൂ എം ടി അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ 1നെ ഓക്കെ 2 3 4 ആണ് ക്യൂവിനകത്തുള്ളത്, 1 സ്റ്റാക്കിനകത്ത് വന്നു. ഓക്കെ, ഇനിയിപ്പോ നോക്കിയാൽ നമ്മൾ ഇപ്പം ക്യൂ എം ടി ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡി ക്യൂ ചെയ്യണം. ഡി ക്യൂ ചെയ്യുന്ന വാല്യൂനെ എന്ത് ചെയ്യുക? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ എന്ത് ചെയ്യണം? അഗെയിൻ നമ്മൾ ഡി ക്യൂ ചെയ്യുക. ഓക്കെ, 3 ഡി ക്യൂ ചെയ്തു, അതിനെ എന്ത് ചെയ്തു? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അഗെയിൻ നമുക്ക് ഒരു വാല്യൂ കൂടെ ക്യൂവിനകത്തുണ്ട്, അതിനെയും കൂടെ നമ്മൾ ഡി ക്യൂ ചെയ്തു, സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്തു. ഇപ്പൊ ക്യൂ എന്തായിട്ട് മാറി? എം ടി ആയിട്ട് മാറി. ആ സമയത്ത് നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്കിന്റെ ടോപ്പിൽ 4, അതിന് താഴെ 3, അതിന് താഴെ 2, അതിന് താഴെ 1. ഈ രീതിയിലാണ് സ്റ്റാക്ക് നിൽക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ലൂപ്പിനകത്തേക്ക് പോകാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് ഈസ് എം ടി എസ് അല്ലെ, സ്റ്റാക്ക് എം ടി ആവുന്നവരെ എന്ത് ചെയ്യുക? ഈ പറയുന്നതൊക്കെ തന്നെ എൻ ക്യൂ ചെയ്യുക. അപ്പൊ ക്യൂവിനകത്തേക്കാണ് നോർമലി നമ്മൾ എൻ ക്യൂ ചെയ്യുന്നത്. അപ്പൊ എൻ ക്യൂ ചെയ്യുന്ന വാല്യൂസ് എവിടേക്കാണ്? സോറി, എൻ ക്യൂ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന ക്യൂവിലേക്കാണ് എൻ ക്യൂ ചെയ്യേണ്ടത്. എന്തിനാണ് എൻ ക്യൂ ചെയ്യേണ്ടത്? പോപ്പ് ഫ്രം എസ് അല്ലെ, എസിൽ നിന്ന് പോപ്പ് ചെയ്യുന്ന വാല്യൂനെ ക്യൂവിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പോപ്പ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 4, അതിനെ ഞാൻ ക്യൂവിനകത്തേക്ക് ഇട്ടു. അടുത്ത പോപ്പ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 3, അതിനെ ഞാൻ ക്യൂവിനകത്തേക്ക് ഇട്ടു. അടുത്ത പോപ്പ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 2, അതിനെ ഞാൻ ക്യൂവിനകത്തേക്ക് ഇട്ടു. അടുത്ത എത്രയാണ് പോപ്പ് ചെയ്യുന്ന വാല്യൂ? 1. അങ്ങനെ എന്താണ്? സ്റ്റാക്ക് എം ടി ആവുന്നത് വരെ ഇതേ പ്രൊസീജിയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂവില് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ എത്രയായിരുന്നു? 1 2 3 4 ആയിരുന്നു. ഇപ്പൊ അത് എന്തായിട്ട് മാറി? 4 3 2 1 ആയിട്ട് മാറി. ഓക്കെ, ഇനി താഴെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ഡു എബോവ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നുണ്ട് റിമൂവ്സ് ദ ലാസ്റ്റ് ഫ്രം ക്യൂ, അല്ലെ? ക്യൂവിൽ നിന്ന് ലാസ്റ്റിനെ റിമൂവ് ചെയ്യുന്നതാണോ നമുക്ക് കിട്ടിയ അവസാനത്തെ വാല്യൂ? അല്ല, അല്ലെ? ആ വാല്യൂസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അടുത്തത് ഓപ്ഷൻ ബി പറയുന്നത് ഇറ്റ് കീപ്സ് ദ ക്യൂ ദ സെയിം ആസ് ഇറ്റ് വാസ് ബിഫോർ ദ കാൾ. അപ്പൊ ഈ ഫംഗ്ഷനെ വിളിക്കുന്നതിന് മുന്നേ ക്യൂ എങ്ങനെയായിരുന്നു? 1 2 3 4 ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ്? 4 3 2 1. അപ്പൊ ക്യൂവിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി പറയുന്നത് മേക്സ് ക്യൂ എംറ്റി. ക്യൂ എംറ്റി ആണോ? അല്ല. ഇപ്പൊ 4 3 2 എന്ന് പറയുന്ന വാല്യൂ അതിനകത്തുണ്ട്, അല്ലെ? അപ്പൊ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്താ വന്നിരിക്കുന്നത്? റിവേഴ്സസ് ദ ക്യൂ, അല്ലെ? നോക്കിയേ, ക്യൂ ആദ്യം എന്തായിരുന്നു? 1 2 3 4 ആയിരുന്നു. ഇപ്പൊ അതെന്തായിട്ട് മാറി? 4 3 2 1. അങ്ങനെയാണെങ്കിൽ നോക്കി അതിന്റെ റിവേഴ്സ് അല്ല കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്യൂ എന്തായിട്ട് മാറി? ക്യൂ റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒരു ക്യൂ ഒരു സ്റ്റാക്ക് ഒക്കെ വരച്ചിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എത്തിക്കാൻ പറ്റും. പക്ഷെ ആ ലെങ്ത് കണ്ടിട്ട് നിങ്ങൾ ഓടിക്കളയരുത്. എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ഈ പറയുന്ന സ്റ്റാക്കിൽ നിന്നും ക്യൂവിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു സ്റ്റാക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ ഇവാലുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യനും എല്ലാ തവണയും നമുക്ക് എന്താണ് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അവരൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ ആദ്യം ഒന്ന് എഴുതാം. എക്സ്പ്രഷൻ എന്തായിരുന്നു തന്നത്? 5 7 9. ഓക്കെ, ഇപ്പൊ ഇത് ഓരോ നമ്പർ ആണെന്ന് കാണിക്കാനാണ് ഇവിടെ കോമ ഇട്ടേക്കുന്നത്. 9 സ്റ്റാർ പ്ലസ് 4 9 3 സ്ലാഷ് പ്ലസ് മൈനസ്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് ആൻസർ എന്നുള്ള കാര്യം, അല്ലെ? ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം 1 by 1 ആയിട്ട് റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു ഓപ്പറന്റ് ആണെങ്കിൽ, അപ്പൊ രണ്ട് കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക, ഓപ്പറന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ. ഓപ്പറന്റ് വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഓപ്പറന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി നമ്മൾ കാണുന്നത് ഒരു ഓപ്പറേറ്റർ ആണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 5 കണ്ടാൽ ഒരു ഓപ്പറന്റ് ആണ്, 7 കണ്ട ഓപ്പറന്റ് ആണ്, 9 കണ്ട ഓപ്പറന്റ് ആണ്, സ്റ്റാർ കണ്ടാൽ എന്താണ്? ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പോപ്പ് ഓപ്പറേഷൻ സ്റ്റാക്കിൽ പെർഫോം ചെയ്യും. ഓക്കെ, എഗെയിൻ ഒരു പോപ്പ് ഓപ്പറേഷനും കൂടെ സ്റ്റാക്കിൽ പെർഫോം ചെയ്യുക, ആ വാല്യൂനെ എക്സിൽ. അപ്പൊ ആദ്യം പോപ്പ് ചെയ്യുന്ന വാല്യൂ വൈയിലും രണ്ടാമത് പോപ്പ് ചെയ്യുന്ന വാല്യൂ നിങ്ങൾ എവിടെ സ്റ്റോർ ചെയ്യണം? എക്സിലും സ്റ്റോർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ഈ വന്നിരിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ആ ഓപ്പറേറ്റർ വൈ പെർഫോം ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഓപ്പറേറ്റർ ആണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോപ്പ് ചെയ്യുന്ന വാല്യൂ വൈയിലും സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന വാല്യൂ എക്സിലും സ്റ്റോർ ചെയ്യാം. ദെൻ എക്സ് ഓപ്പറേറ്റർ വൈ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ഓപ്പറേറ്റർ വൈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിന് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ലാസ്റ്റിൽ എന്താണ്? നിങ്ങൾ ഈ പറയുന്ന റൈറ്റ് സൈഡിൽ എല്ലാ സിമ്പിൾസും നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്കിൽ എന്താണോ വാല്യൂ നിൽക്കുന്നത്, ബാലൻസ് നിൽക്കുന്നത്, അതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പം എന്താ ഇതിന്റെ പ്രൊസീജിയർ ഒന്ന് നോക്കണേ. നിങ്ങൾ ഒരു ഓപ്പറന്റ് ആണ് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. കണ്ണു അടച്ച് എന്ത് ചെയ്യും? അതേസമയം ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നുണ്ടെങ്കിൽ രണ്ട് പോപ്പ് ഓപ്പറേഷൻ നിങ്ങൾ പെർഫോം ചെയ്യണം. ഫസ്റ്റ് പോപ്പ് ചെയ്യുന്ന വരെ വൈയിലും സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന വരെ എന്താണ്? എക്സിലും സ്റ്റോർ ചെയ്യുക. ദെൻ എക്സ് ഓപ്പറേറ്റർ വൈ പെർഫോം ചെയ്ത് ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യുക? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പൊ നമുക്കൊരു സ്റ്റാക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റീഡ് ചെയ്ത് പോകാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്താ ഇവിടെ സ്റ്റാക്ക് വരച്ചു. അപ്പൊ ആദ്യം നമ്മൾ റീഡ് ചെയ്യുന്ന എക്സ്, അല്ലെ? സോറി 5 എന്താണ്? ഒരു ഓപ്പറന്റ് ആണ്, പുഷ് ചെയ്തു. അടുത്ത എത്രയാണ്? 7 പുഷ് ചെയ്തു. കാര്യം ഓപ്പറന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണുടച്ച് പുഷ് ചെയ്യും. 9 പുഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റാർ. ഓക്കെ, അപ്പൊ സ്റ്റാർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പോപ്പ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 9. അതിന് നമ്മൾ വൈയിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ വൈ ഈക്വൽ 9. എഗെയിൻ ഒന്നും കൂടെ പോപ്പ് ചെയ്യാം. ഓക്കെ, അത് എക്സിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ എത്ര വരും? 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സ് സ്റ്റാർ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെ? സ്റ്റാർ അല്ലേ ഇവിടുത്തെ ഓപ്പറേറ്റർ. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? എക്സ് എത്രയാണ്? 7. ഓക്കെ, വൈ എത്രയാണ്? 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 63. അതിനെ എന്ത് ചെയ്യുക? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്കിൽ 5 ഉണ്ടായിരുന്നു, അതിന് മുകളിലേക്ക് ആരും കൂടെ 63.
ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് വന്നു. അപ്പൊ ഇതേ സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. y ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ കോപ്പി ചെയ്യാം. അപ്പൊ എത്ര വരും? 63. എക്സ് ഈക്വൽ ടു സെക്കൻഡ് വാല്യൂ 5. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഓപ്പറേറ്റർ y ഈക്വൽ ടു നമുക്ക് എത്ര വരും? 5 പ്ലസ് 63 ഈക്വൽ ടു നമുക്ക് വരുന്നത് 68 വരും. അതിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അപ്പൊ സ്റ്റാക്ക് എങ്ങനെ മാറും? ഇവിടെ 68 ആവും. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? 4 വന്നു, നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്ത 9 വന്നു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് എത്രയാണ്? നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് 3 വന്നു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇപ്പൊ സ്റ്റാക്കിലെ വാല്യൂസ് 3, 9, 4, 68 ആണ്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്തോന്ന്? സ്ലാഷ് വന്നു അല്ലെ? അതൊരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോപ്പി ചെയ്യണം, അത് വായിക്കാത്ത y ഈക്വൽ ടു 3. രണ്ടാമത് കോപ്പി എക്സിലേക്ക്. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 9. ഇനി എന്ത് ചെയ്യണം? എക്സ് ഓപ്പറേറ്റർ y അല്ലെ? എക്സ് സ്ലാഷ് y എടുക്കുക. അങ്ങനെ എക്സ് എത്രയാണ്? 9/3 ഈക്വൽ ടു നമുക്ക് എത്ര വരും? 3. അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അപ്പൊ സ്റ്റാക്ക് എങ്ങനെ മാറും? സ്റ്റാക്ക് മാറുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ 68 ഉണ്ട്. ഓക്കെ. അതിന് തൊട്ട് മുകളിലായിട്ട് 4, അതിന് മുകളിലായിട്ടാണ് നമുക്ക് ആര് വരുന്നത്? നമ്മുടെ 3 വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എത്ര എടുക്കുന്നത്? പ്ലസ്. പ്ലസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. ആദ്യം കോപ്പി ചെയ്യുന്ന ഒരു y, അപ്പൊ y ഈക്വൽ ടു 3. അടുത്ത വാല്യൂ എക്സില്, അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര വരും? 4. ഇനി അടുത്ത എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് എത്ര വരും? 4 പ്ലസ് 3 ഈക്വൽ ടു നമുക്ക് എത്ര വരും? 7. അതിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പൊ സ്റ്റാക്കിലെ കാര്യം എത്ര ആയിട്ട് മാറും? 68 തൊട്ട് മുകളിലായിട്ട് കാര്യം വരും 7. ഇനി നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? മൈനസ്. ഓക്കെ. അപ്പൊ ആദ്യം കോപ്പി ചെയ്യുന്ന y ഈക്വൽ ടു 7. അടുത്ത കോപ്പി ചെയ്യുന്ന എക്സ് ഈക്വൽ ടു എത്രയാണ്? 68. അപ്പൊ 68 ഇവിടെ നിന്ന് പോയെ. ഇനി എന്താണ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു നമുക്ക് എത്ര വരും? 68 മൈനസ് 7 ഈക്വൽ ടു എത്ര വരും? 61. അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് റീഡ് ചെയ്യാൻ സിമ്പിൾ ഒന്നുമില്ല. അപ്പൊ സ്റ്റാക്കിൽ ബാലൻസ് കിടക്കുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കുമ്പോൾ എത്രയാണ് കിടക്കുന്നത്? 61 ആണ്. അപ്പൊ 61 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഒന്നുകിൽ കൺവേർഷൻ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്? ഇവാലുവേഷൻ ചോദിക്കും. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാം. സോ താങ്ക് യു.